ജൂനിയർ ലാബ് അസിസ്റ്റൻറ്റ് ക്വസ്റ്റ്യൻ 2024 ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ താഴെ കൊടുത്തിരിക്കുന്ന ശരിയായത് രേഖപ്പെടുത്തുകയാണ്. ആൻസർ എന്ന് പറയുന്നത് സി ആണ്. അതായത് 1, 2, 4 എന്നിവ മാത്രമാണ് ശരി. ശ്രീനാരായണ ഗുരു ആത്മോപദേശ ശതകം, ചട്ടമ്പി സ്വാമികൾ വേദാധികാര നിരൂപണം, വാഗ്ഭടാനന്ദ അഭിനവ് കേരള. അപ്പോൾ ശ്രീനാരായണ ഗുരു ആത്മോപദേശ ശതകം, ചട്ടമ്പി സ്വാമികൾ വേദാധികാര നിരൂപണം, വാഗ്ഭടാനന്ദ അഭിനവ് കേരളം. അടുത്ത ക്വസ്റ്റ്യൻ, ഒന്നാം സ്വാതന്ത്ര്യ സമര കേന്ദ്രങ്ങളെയും നേതൃത്വം നൽകിയവരെയും ചേരുംപടി ചേർക്കാനാണ്. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ബി ആണ് ആൻസർ. ഒന്നെന്ന് പറയുന്നത് 3 കാൺപൂർ നാനാ സാഹിബ്, ബീഹാർ കൻവർ സിംഗ്, ഡൽഹിയിൽ ബഹദൂർ ഷാ രണ്ടാമൻ, ഝാൻസിയിൽ റാണി ലക്ഷ്മിബായി. അപ്പോൾ കാൺപൂർ നാനാ സാഹിബ്, ബീഹാർ കൻവർ സിംഗ്, ഡൽഹിയിൽ ബഹദൂർ ഷാ രണ്ടാമൻ, ഝാൻസിയിൽ റാണി ലക്ഷ്മിബായി. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവന ഏത് സംഭവവുമായി ബന്ധപ്പെട്ടതാണ്? ആൻസർ എന്ന് പറയുന്നത് സി ആണ് ആൻസർ, ലാഹോർ സമ്മേളനം. അപ്പോൾ ജവഹർലാൽ നെഹ്റു കോൺഗ്രസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കി. 1930 ജാനുവരി 26 സ്വാതന്ത്ര്യ ദിനമായി കൊണ്ടാടാൻ തീരുമാനിച്ചു. അപ്പം ലാഹോർ സമ്മേളനത്തിലാണ് ജവഹർലാൽ നെഹ്റു കോൺഗ്രസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്. പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കി 1930 ജാനുവരി 26 സ്വാതന്ത്ര്യ ദിനമായി കൊണ്ടാടാൻ തീരുമാനിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ചൈനയെ ആധുനീകരിക്കാൻ സന്യാസൻ മുന്നോട്ട് വെച്ച ആശയങ്ങൾ രേഖപ്പെടുത്തുക. സന്യാസൻ മുന്നോട്ട് വെച്ച ആശയങ്ങൾ ഏതൊക്കെയാണ്? എല്ലാം ശരിയാണ്. മഞ്ജു രാജവംശത്തെയും സാമ്രാജ്യത്വ ശക്തികളെയും പുറത്താക്കുക, ജനാധിപത്യ ഭരണം സ്ഥാപിക്കുക, മൂലധനം നിയന്ത്രിക്കുകയും ഭൂമി വിതരണം നടത്തുകയും ചെയ്യുക. മഞ്ജു രാജവംശത്തെ സാമ്രാജ്യ ശക്തികളെയും പുറത്താക്കുക, ജനാധിപത്യ ഭരണം സ്ഥാപിക്കുക, മൂലധനം നിയന്ത്രിക്കുകയും ഭൂമി വിതരണം നടത്തുകയും ചെയ്യുക. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങൾ കാലഗണനാക്രമത്തിൽ രേഖപ്പെടുത്തുക. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് സി ആണ് ആൻസർ. ഫസ്റ്റ് വരുന്നതെന്ന് വെച്ചാൽ ബോസ്റ്റൺ ടീ പാർട്ടി, അത് കഴിഞ്ഞ് ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ്, അത് കഴിഞ്ഞ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, പാരീസ് ഉടമ്പടി. അപ്പോൾ ബോസ്റ്റൺ ടീ പാർട്ടി എന്നാണ് ബോസ്റ്റൺ ടീ പാർട്ടി? ബോസ്റ്റൺ ടീ പാർട്ടി 1773. ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് 1774. രണ്ടാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് എന്ന് പറയുന്നത് 1775. പാരീസ് ഉടമ്പടി 1783. അമേരിക്കൻ ഭരണഘടന നിലവിൽ വന്നത് 1789. അപ്പോൾ ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് പറയുന്നത് 1773. ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് 1774. രണ്ടാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് 1775. പാരീസ് ഉടമ്പടി എന്ന് പറയുന്നത് 1783. അമേരിക്കൻ ഭരണഘടന നിലവിൽ വന്നത് 1789. ഏത് സംസ്ഥാനത്തിലാണ് ഇന്ത്യയിലെ ആദ്യ ലിക്വിഡ് മിറർ ടെലിസ്കോപ്പ് സ്ഥാപിച്ചത്? ഏത് സംസ്ഥാനത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ലിക്വിഡ് മിറർ ടെലിസ്കോപ്പ് സ്ഥാപിച്ചിട്ടുള്ളത് എന്ന് വെച്ചാൽ ആൻസർ ഉത്തരാഖണ്ഡാണ്. ഉത്തരാഖണ്ഡിലാണ് ലിക്വിഡ് മിറർ ടെലിസ്കോപ്പ് സ്ഥാപിച്ചിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യന്, താഴെ കൊടുത്തിരിക്കുന്നത് ഭൂമിയിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന പ്രധാന വാതകം ഏത്? ഭൂമിയിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന പ്രധാന വാതകം ഏത്? ആൻസർ കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഭൂമിയിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന പ്രധാന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. ഇന്ത്യയിലെ ശൈത്യകാലത്ത് മഴ ലഭിക്കുന്നതിന് കാരണമായ പ്രതിഭാസം ഏതെന്ന് വെച്ചാൽ പശ്ചിമ അസ്വസ്ഥത. ഇന്ത്യയിൽ ശൈത്യകാലത്ത് മഴ ലഭിക്കുന്നതിന് കാരണമായ പ്രതിഭാസം പശ്ചിമ അസ്വസ്ഥത. ഇന്ത്യയിലെ പെട്രോളിയം ഉൽപ്പാദനത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏത്? ആൻസർ എന്ന് പറയുന്നത് സി, ഏറ്റവും വലിയ എണ്ണപ്പാടം മുംബൈ ഹൈ ആണ്. ഏറ്റവും വലിയ എണ്ണപ്പാടം എന്ന് പറയുന്നത് മുംബൈ ഹൈ ആണ്. കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാത തിരിച്ചറിയുക. കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാത 3 ആണ്. താഴെ കൊടുത്തിരിക്കുന്ന ഈ കണ്ട വനങ്ങൾ കാണപ്പെടാത്ത ജില്ല ഏതെന്ന് വെച്ചാൽ ആൻസർ എന്ന് പറയുന്നത് എ ആണ്, പാലക്കാട്, ഇടുക്കിയാണ് കണ്ട വനങ്ങൾ കാണപ്പെടാത്ത ജില്ലകൾ. അപ്പം കണ്ണൂരും കൊല്ലം, എറണാകുളം, കോഴിക്കോട് ഇവയൊക്കെ കണ്ടൽ വനങ്ങൾ കാണപ്പെടുന്ന ജില്ലകളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2027 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള രാജ്യമാണ് ഫിൻലാൻഡ്. അടുത്ത ക്വസ്റ്റ്യന്, ആഭ്യന്തര സമ്പദ്ഘടനയെ ലോക സമ്പദ്ഘടനയുമായി സംയോജിപ്പിക്കുന്നതിന് ഡാഷ് എന്ന് പറയുന്നു. ആൻസർ എന്താണ്?
ആൻസർ ബി ആണ് ആൻസർ. 2 മാത്രം. ആഗോളവൽക്കരണം. അപ്പോൾ ആഗോളവൽക്കരണം എന്ന് വെച്ചാൽ എന്താണ്? ആഭ്യന്തര സമ്പദ്ഘടനയെ ലോക സമ്പദ്ഘടനയുമായി സംയോജിപ്പിക്കുന്നതിനെയാണ് ആഗോളവൽക്കരണം എന്ന് പറയുന്നത്. രണ്ടാം പഞ്ചവത്സര പദ്ധതി ആരുടെ ആശയത്തെ അടിസ്ഥാനമാക്കിയാണ്? രണ്ടാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് PC മഹലനോബിസ് ആശയത്തെ അടിസ്ഥാനമാക്കിയതാണ്. 2015 ജനുവരി 1 നിലവിൽ വന്ന നീതി ആയോഗിൻ്റെ ആസ്ഥാനം എവിടെയാണ്? നീതി ആയോഗിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ന്യൂഡൽഹിയിലാണ്. മിനറൽ ഓയിൽ, ക്രൂഡ് ഓയിൽ എന്നീ പേരുകൾ അറിയപ്പെടും. മിനറൽ ഓയിൽ, ക്രൂഡ് ഓയിൽ എന്നീ പേരുകൾ അറിയപ്പെടുന്നതാണ് പെട്രോളിയം. സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ പ്രവർത്തനം നിയന്ത്രിക്കുകയും നിക്ഷേപകരുടെ താൽപ്പര്യം സംരക്ഷിക്കുകയും ചെയ്യുന്ന സ്വയംഭരണ സ്ഥാപനം ഏതാണ്? സെബി ആണ് ആൻസർ. സെബി ആണ് ആൻസർ. അപ്പോൾ സെബിയുടെ ആസ്ഥാനം എവിടെയാണ്? മുംബൈയാണ്. ഇന്ത്യൻ റെഗുലേറ്ററി ഓഫ് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി എന്നറിയപ്പെടുന്നത് സെബിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ലോക ബാങ്കിൻ്റെ സാമ്പത്തിക സഹായത്തോടെ നടപ്പിലാക്കി വരുന്ന സ്റ്റാർസ് പ്രോജക്റ്റ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സ്കൂൾ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സ്റ്റാർസ് പ്രോജക്റ്റ് സ്കൂൾ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇന്ത്യയുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനുള്ള പദ്ധതിയാണ് സ്റ്റാർസ്. അടുത്ത 5 വർഷത്തിനുള്ളിൽ കേരളത്തിലെ എല്ലാ ഭൂരഹിത ഭവനരഹിതർക്കും സുരക്ഷിതവും മാന്യവുമായ പാർപ്പിട സംവിധാനം ഒരുക്കി നൽകുക എന്നതാണ് ഡാഷിൻ്റെ ലക്ഷ്യം. ഏതിൻ്റെ ലക്ഷ്യം? ലൈഫ് മിഷൻ പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഭൂമിയോ വീടോ ഇല്ലാത്തവർക്ക് വീട് നിർമ്മിച്ചു നൽകുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് ലൈഫ് മിഷൻ. ഇന്ത്യൻ ഭരണഘടന അടിസ്ഥാന ഘടനയെക്കുറിച്ചുള്ള സിദ്ധാന്തം ജുഡീഷ്യറി മുന്നോട്ട് വെച്ചത് ഏത് കേസിലാണ് മുന്നോട്ട് വെച്ചത്? ആൻസർ സി ആണ് ആൻസർ. കേശവാനന്ദ ഭാരതി കേസിലാണ് ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെക്കുറിച്ചുള്ള സിദ്ധാന്തം ജുഡീഷ്യറി മുന്നോട്ട് വെച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി. ഭരണഘടനാപരമായ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് PK തുംഗൻ കമ്മിറ്റി. PK തുംഗൻ കമ്മിറ്റിയാണ് ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി. ഇന്ത്യയിൽ ആരാണ് നിയോജക മണ്ഡലങ്ങളിൽ സംവരണ മണ്ഡലങ്ങൾ തീരുമാനിക്കുന്നതെന്ന് കണ്ടത്? ഇന്ത്യയിൽ ആരാണ് നിയോജക മണ്ഡലങ്ങളിൽ സംവരണ മണ്ഡലങ്ങൾ തീരുമാനിക്കുന്നത്? ആൻസർ എന്ന് പറയുന്നത് അതിർത്തി നിർണയ കമ്മീഷനാണ്. അതിർത്തി നിർണയ കമ്മീഷനാണ് നിയോജക മണ്ഡലങ്ങളിൽ സംവരണ മണ്ഡലങ്ങൾ തീരുമാനിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുക ഏതാണ് ഫെഡറൽ വ്യവസ്ഥയെ വിവാദമായ പദവി? ഫെഡറൽ വ്യവസ്ഥയിൽ വിവാദമായ പദവി എന്ന് പറയുന്നത് ഗവർണറാണ്. ആൻസർ ഗവർണർ. ഗവർണർ എന്നത് സംസ്ഥാന കാര്യനിർവഹണത്തിൻ്റെ തലവനാണ്. ഗവർണറെ നിയമിക്കുന്ന രാഷ്ട്രപതിയാണ്. ഗവർണർ എന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ഏതെല്ലാം സംസ്ഥാനങ്ങളിലാണ് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ നിലവിലുള്ളത്? ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ നിലവിലുള്ളത് ഡി ആണ് ആൻസർ. മഹാരാഷ്ട്ര, കർണാടകം, ബീഹാർ. എവിടെയൊക്കെയാണ്? മഹാരാഷ്ട്ര, കർണാടകം, ബീഹാറിലാണ് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ നിലവിലുള്ളത്. തോമസ് ഹെയർ എന്ന ബ്രിട്ടീഷുകാരനാണ് ഏക കൈമാറ്റ വോട്ട് വ്യവസ്ഥയുടെ ഉപജ്ഞാതാവ്. ഏത് കൃതിയിലാണ് അദ്ദേഹം ഈ വ്യവസ്ഥ അവതരിപ്പിച്ചത്? ആൻസർ എന്ന് പറയുന്നത് ബി, മിഷണറി ഓഫ് റെപ്രസെൻറ്റേഷൻ ആണ്. മിഷണറി ഓഫ് റെപ്രസെൻറ്റേഷനിലാണ് ഏക കൈമാറ്റ വോട്ട് വ്യവസ്ഥയുടെ എന്ന കൃതി പരാമർശിച്ചിട്ടുള്ളത്.